ഗായ്സ്, പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാറുണ്ടോ? ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ ഇവരെന്തോരം ഭീകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ആരെയും ചിന്തിച്ചിട്ടുണ്ടോ? ഒരു റെസ്പോൺസിബിൾ മൈൻഡ് സെറ്റുള്ള ആളുകൂടെയാണെങ്കിൽ ഇയാൾ കടന്നു പോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വളരെ ഭീകരമായിരുന്നു. എമോഷണലി ചൂഷണം ചെയ്യപ്പെടുന്ന, ഫിനാൻഷ്യലി ചൂഷണം ചെയ്യപ്പെടുന്ന എത്രയോ പുരുഷന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒരു സ്ത്രീയെ ഇമോഷണലി അതുപോലെ ഫിസിക്കലി പീഡിപ്പിച്ചു, അതുപോലെ ഫിനാൻഷ്യലി ചൂഷണം ചെയ്തു. ഇത്തരത്തിലുള്ള വാർത്തകളെല്ലാം സമൂഹത്തിന് പുറത്തേക്ക് ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുമാത്രമല്ല, സ്ത്രീ കരഞ്ഞാൽ അതൊരു സഹതാപ തരംഗം കൂടിയാണ്. എന്നാൽ അതേ സമയത്ത് പുരുഷൻ കരഞ്ഞാൽ ധൈര്യമില്ലാത്തവൻ, ആണത്വമില്ലാത്തവൻ, ഇത്തരത്തിലുള്ള കമൻറ്റുകളും. പുരുഷന്മാരുടെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും ഒരു സോളിഡ് സൊല്യൂഷനാണ് വേണ്ടത്. ഇപ്പോൾ ഒരാളോടൊരു പ്രശ്നം പറഞ്ഞാൽ ആ പ്രശ്നം എക്സാക്ട്ലി തീർക്കാനുള്ളൊരു നല്ലൊരു സൊല്യൂഷനാണ് പുരുഷന്മാർക്ക് വേണ്ടത്. എന്നാൽ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. ഇവരുടെ പ്രശ്നങ്ങൾ മറ്റൊരാൾ പറഞ്ഞാൽ അത് കേട്ടാൽ മതി, അതിന് ഇവർക്കൊരു സൊല്യൂഷൻ വേണമെന്ന് ആവശ്യമില്ല. ഇവരുടെ പ്രശ്നങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക. എന്നാൽ ആണുങ്ങൾക്ക് അവൻ്റെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടിയാൽ മാത്രമേ ഒരു മനസ്സമാധാനം പിന്നെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പുരുഷൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ ഒരു ചെറിയ ശതമാനം മാത്രമേ പുറലോകം അറിയുന്നുള്ളൂ. ഇവൻ ബന്ധുക്കളായാലും ഇനി കല്യാണം കഴിഞ്ഞാൽ തന്നെ പാർട്ട്ണറായാലും ഇവൻ്റെ പ്രശ്നങ്ങളുടെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. ബാക്കിയെല്ലാം ഒരു മനസ്സമാധാനക്കേട് പോലെ ഇവൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാകും. ഇനിയിപ്പോൾ മാധ്യമങ്ങളുടെ കാര്യം എടുത്താൽ തന്നെ ഒരു സ്ത്രീ നേരിട്ട പ്രശ്നം ഇവർ കൂടുതലായി ചർച്ച ചെയ്യും, കൂടുതൽ ടൈം എടുത്ത് ചർച്ച ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇത് ഇവരുടെ മാത്രം പ്രശ്നമല്ല, ഇത് ഇവരുടെ മാത്രം തെറ്റല്ല. നമ്മുടെ സമൂഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. ഈ സ്ത്രീകളുടെ കരച്ചിലിനാണ് വാല്യൂ, അത് കാണാനാണ് ആളുകൾ കൂടുതലുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഈ വാല്യൂ ഉള്ള സാധനം കൂടുതൽ വിൽക്കുക എന്നുള്ളതാണല്ലോ മാധ്യമങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് വളരെ വിപുലമായ രീതിയിൽ ചർച്ച ചെയ്യും. എന്നാൽ ആണുങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ അത് ഒരു ഷോർട്ട് ടൈമിൽ ചെറിയ ഗ്യാപ്പിൽ ചർച്ച ചെയ്ത് ഒതുക്കുകയും പിന്നെ അതിനൊരു വാല്യൂ ഇല്ലാതാവുകയും ചെയ്യുകയാണ് ഉണ്ടാവുക. അത് ഈ ഒരു വിഷയത്തിലുള്ള എല്ലാ മാധ്യമങ്ങളുടെയും നിലപാട് ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ആദ്യമൊക്കെ വളരെ റൊമാൻറ്റിക്കായിട്ട് പോവുകയും പിന്നീട് പയ്യെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസൊക്കെ വന്ന് അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ, ക്രൈസസ്, ഇതൊക്കെ വരുമ്പോൾ ഇവൻ്റെ ഉള്ളിലെ റൊമാൻസ് പയ്യെ ഒരു പൊടിക്ക് ഒതുങ്ങി ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ ഈ പറയുന്ന പോലെ നമ്മൾ ആദ്യം തൊട്ടേ കീപ്പ് ചെയ്തിരുന്ന ഒരു റൊമാൻറ്റിക് മൊമെൻറ്റം പിന്നീട് കീപ്പ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് റിലേഷൻസ് നശിച്ചു പോകാറുണ്ട് ആണുങ്ങളുടെ കാര്യത്തിൽ. ചുരുക്കി പറഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇതൊന്നും മറ്റുള്ളവരെ അറിയിക്കാതെ സ്വന്തമായി ഇതിനൊരു സോളിഡ് സൊല്യൂഷൻ കണ്ടുപിടിച്ച് എല്ലാം ഫിക്സ് ചെയ്ത് എല്ലാവരെയും ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളൊരു മനോഭാവമാണ് ഏകദേശം പുരുഷന്മാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ എക്സാക്റ്റ് പ്രശ്നങ്ങൾ സമൂഹത്തിന് മുന്നിലേക്ക് എത്തുന്നില്ല. സമൂഹത്തിലേക്ക് എത്തുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ ആലോചിച്ച് കൂട്ടി ടെൻഷൻ മൊത്തം ഹാർട്ട് അറ്റാക്കിൻ്റെ കാര്യത്തിൽ നമ്മൾ ആണുങ്ങൾ മുന്നിലാണെന്ന് എല്ലാവർക്കും അറിയാം.